കേരളത്തിൽ പാലക്കാട്ട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ ഫാക്ടറി ബ്രൂവറി വരുന്നതിനെതിരെ ഇവിടുത്തെ കോൺഗ്രസ് കോലാഹലം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ചില ഫോളോ അപ്പ് കൂടി എന്ന് പറയുകയാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ ഇതിനെ എതിർക്കുന്നു? അവർ പരസ്പരം വന്നിരുന്നിട്ട് വാർത്താ സമ്മേളനം നടത്തുന്നു, ബ്രൂവറി തുറക്കാൻ അനുവദിക്കത്തില്ല. അവർ പരസ്പരം മത്സരിച്ച് മാധ്യമങ്ങളെ കാണുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചിരിക്കുന്നവരല്ലേ. അപ്പോൾ ഒരാളൊന്ന് പറഞ്ഞാൽ മറ്റേയാൾ മറ്റൊന്ന് പറയണമല്ലോ. അത് അവരുടെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ കേരളത്തിലെ വ്യവസായങ്ങൾ കേരളത്തിൽ വരരുത്, അതിനെ മുടക്കാൻ ശ്രമിക്കുന്നതിലെ താല്പര്യങ്ങൾ കുറെ കൂടി നമ്മൾ മലയാളികൾ തിരിച്ചറിയണം. കാരണം ഇത്തരം കാര്യങ്ങളൊന്നും ഒരു മുഖ്യധാര മാധ്യമങ്ങളും കൊടുക്കാറില്ല. അത്തരം വാർത്തകൾ അവർ മുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങളിതൊരു സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്. ദ ഹിന്ദുവിൽ വന്ന വാർത്ത റിപ്പോർട്ട്, അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്. മലയാളത്തിൽ ഒരൊറ്റ മാധ്യമവും ദേശാഭിമാനി ഒഴികെ ഇത് കൊടുത്തില്ല, ഈ വാർത്ത കൊടുത്തില്ല. എന്താ കൊടുക്കാതിരിക്കുന്നത്? അപ്പം താല്പര്യങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങളുടെ എവിടെയാണെന്ന് മനസ്സിലായല്ലോ. കൊച്ചിയിൽ നിക്ഷേപക ഗ്ലോബൽ സമ്മിറ്റ് നടക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് വികസനം മുടക്കാൻ നോക്കുക. പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ബൂമറാങ് പോലെ സംഭവിച്ചത് എന്താണ്? നിക്ഷേപക സംഗമം നടക്കുന്ന ഈ സമയത്ത് തന്നെ ഈ വിവാദം ഇവരുണ്ടാക്കിയത്, രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ ഉണ്ടാക്കിയത് നന്നായി. കാരണം അതുകൊണ്ട് വലിയൊരു പബ്ലിസിറ്റി കിട്ടി. അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലും നിക്ഷേപക സൗഹൃദത്തിലുമൊക്കെ കേരളം ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിലാണെന്ന് കുറെ കൂടി ആൾക്കാർ അറിഞ്ഞു, ലോകമറിഞ്ഞു, നിക്ഷേപക സംഗമത്തിൽ വരുന്നവരറിഞ്ഞു. ഇവിടെ എന്താ ഒരു കോൺട്രവേഴ്സി, എന്താണ് കാര്യം, അതിങ്ങനെയാണ് അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തിരിച്ചടിയായി അത് ബൂമറാങ് പോലെ അവർക്ക് തന്നെ UDF-നും കോൺഗ്രസിന് തന്നെ തിരിച്ചടിച്ചു. അത് ലീഗ് മനസ്സിലാക്കി. ഇന്നലെ കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അത് പറയാതെ പറയുകയും ചെയ്തു. കോൺഗ്രസ് നേതൃത്വത്തെ അവർ കാണും, ലീഗ് ഈ കോൺഗ്രസിലെ തമ്മിലടി അവസാനിപ്പിക്കണം, ഇവിടെ പ്രതിപക്ഷം ദുർബലമാകുന്നു എന്ന് ലീഗിന് ബോധ്യമുണ്ട്. ലീഗിൻ്റെ ഉന്നത സമിതിയിൽ അത് ചർച്ച ചെയ്തു. അവർ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതൃത്വത്തെയും കാണാൻ ആഗ്രഹിക്കുന്നു ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ. ശശി തരൂരിനെ അവർ വിമർശിക്കുന്നില്ല ലീഗ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ, അതുപോലെ വി ഡി സതീശൻ്റെ പ്രവർത്തനങ്ങളിൽ ലീഗിന് അതൃപ്തിയുണ്ട്. ഇതൊക്കെ ഒരു വശത്ത് കോൺഗ്രസിലെ രാഷ്ട്രീയം, UDF-ലെ രാഷ്ട്രീയം. പക്ഷേ ഇവരെന്താ ചെയ്യുന്നത്? കോൺഗ്രസ് സ്വന്തം കുഴി തോണ്ടുന്നത് ഇങ്ങനെയാണ്. ഓരോന്നും ചെയ്തു വരും, അവസാനം അബദ്ധത്തിൽ ചെന്ന് ചാടുമെന്ന് മുസ്ലിം ലീഗ് മനസ്സിലാക്കി, PK കുഞ്ഞാലിക്കുട്ടി മനസ്സിലാക്കി. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവത്തില്ല. ഇപ്പം ഈ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി ഞങ്ങൾ പറയുകയാണ്. ദ ഹിന്ദുവിൽ വന്ന റിപ്പോർട്ട് ഞങ്ങൾ ഇന്നലെ പറഞ്ഞു. 350 കോടി രൂപയുടെ നവീകരണം ഈ മൈസൂരിനടുത്ത് നഞ്ചങ്കോട്, കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പോകുന്ന വഴിയിലെ മൈസൂരിനടുത്തുള്ള നഞ്ചങ്കോട്ടിൽ ഫാക്ടറിയുടെ പുതിയ നവീകരണം വരികയാണ്. 350 കോടി. ഇതിനകം തന്നെ ഈ ഡെൻമാർക്കിലെ കാൾബർസ് മദ്യനിർമ്മാണ കമ്പനി 250 കോടി രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും സ്വകാര്യ ബ്രൂവറി അനുവദിക്കാനാണ് 350 കോടിയുടെ നിക്ഷേപം കർണാടക സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിലെ രാഷ്ട്രീയം, കേരളത്തിലേക്ക് സ്പിരിറ്റ് എത്തുന്നതിൻ്റെ 60% വരുന്നത് കർണാടകയിൽ നിന്നാണ്. അതായത് മദ്യം നിർമ്മിക്കാൻ ആവശ്യമായ സ്പിരിറ്റ് ഡിസ്റ്റിലറിയിലേക്ക് വരുന്നതിൻ്റെ 60% കർണാടകയിൽ നിന്നാണ്. പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നുണ്ട്. അതിനകത്ത് BJP നേതാക്കൾക്ക് അവിടെ പങ്കുണ്ട്. ഞങ്ങൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് സ്പിരിറ്റ് ഇവിടെ എത്തിക്കുന്നതിലെ പ്രധാന ബിസിനസ്സുകാർ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ BJP ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം, ഞങ്ങൾ ലെഫ്റ്റ് റൈറ്റ് വോയിസ് പറയുന്നതല്ല, BJP ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം പറയാം. അതിന് മറുപടി പറയുന്നത് കോൺഗ്രസ് നേതാക്കളാണ്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും മറുപടി പറയണം. എന്താണ് കർണാടകയിലെ BJP ഉന്നയിച്ചിരിക്കുന്നത്? അതായത് സാക്ഷാൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെ കർണാടക മന്ത്രിസഭയിലെ അംഗമാണ്. സിദ്ധാരാമയ്യ മന്ത്രിസഭയിലെ അംഗമാണ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. നമ്മുടെ MP രാജേഷ് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് വായിക്കുക. ഈ ഖാർഗെയുടെ മകൻ ഖാർഗെയ്ക്ക് ഈ
കാൾസ്ബർഗിൻ്റെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ അതിൻ്റെ ഇടപാടിലൊക്കെ പങ്കാളിത്തമുണ്ട് എന്നാണ് BJP ആരോപിച്ചിരിക്കുന്നത്. ഞങ്ങളല്ല, BJP. അതിന് കോൺഗ്രസ്സാണ് മറുപടി പറയേണ്ടത്. അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായില്ല. അപ്പോൾ ഖാർഗെയുടെ മകൻ മന്ത്രി മാത്രമല്ല, കോൺഗ്രസ് സർക്കാരിലെ, കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിലെ പലരും അവിടുത്തെ സ്പിരിറ്റ് ലോബിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്, അതിൻ്റെ കമ്മീഷൻ പറ്റുന്നവരാണ്. പലരും സ്പിരിറ്റ് കടത്തിൻ്റെ ഉടമകൾ കൂടിയാണ് അവിടുത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പലരും. ഇതൊക്കെ വളരെ നഗ്നമായ സത്യങ്ങളാണ്. അപ്പോൾ ഈ VD സതീശനും രമേശ് ചെന്നിത്തലയും എന്താണ് ഇത്ര ഇങ്ങനെ മസിൽ പിടിക്കുന്നത്? ഇവിടെ ബ്രൂവറി തുറക്കാൻ അനുവദിക്കില്ല, എലപ്പുള്ളിയിൽ അനുവദിക്കത്തില്ല, പാലക്കാട്ട് ഞങ്ങളിത് തുറപ്പിക്കത്തില്ല. ആർക്ക് വേണ്ടിയാണ് ബാധിക്കുന്നത്? കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൽ സ്പിരിറ്റ് ലോബിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി. അപ്പോൾ കർണാടകയിൽ ഡെൻമാർക്ക് കമ്പനിയുടെ സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രം പുതിയ ബിയറും മദ്യവും നിർമ്മിക്കുന്നതിന് 350 കോടി രൂപയ്ക്ക് സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. കേരളത്തിൽ ഒയാസിസിന് കൊടുക്കാൻ പാടില്ല. ഈ ഇരട്ടത്താപ്പാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. ഒരൊറ്റ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യത്തില്ല. ഹിന്ദുവിൽ വന്നു, അതുപോലെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ചില ലേഖനങ്ങളും വാർത്തകളും മര്യാദയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ശശി തരൂർ ആ വിവാദ ലേഖനം അവിടെ എഴുതിയത്. മാന്യമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന പത്രങ്ങൾ മലയാളത്തിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു പരിധിവരെ ദ ഹിന്ദുവും ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സുമാണ് സത്യങ്ങൾ എഴുതുന്നത്. വല്ല ഓരോ അറിയണമെങ്കിൽ നമ്മൾ പത്രം വായിക്കണമെങ്കിൽ ദ ഹിന്ദുവോ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സോ വായിക്കേണ്ടുന്ന അവസ്ഥ വന്നിരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഇവിടെ പറയുന്നത് ദേശാഭിമാനി മാത്രമേ ഉള്ളൂ. സത്യമല്ലേ? ഇവിടുത്തെ മനോരമ, മാതൃഭൂമി, മറ്റു മുഖ്യധാര മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ മുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിളാണ് ഈ തെളിവ് സഹിതം ഞങ്ങൾ കാൾസ്ബർഗിൻ്റെ നഞ്ചങ്കോട്ടെ ഫാക്ടറിയെ പറ്റി പറയുന്നത്. അപ്പോൾ കർണാടകയിൽ ഫാക്ടറി ആവാം, ബ്രൂവറി, മദ്യനിർമ്മാണശാലയാവാം, കേരളത്തിൽ പാടില്ല. ഇതിനാണ് മറുപടി കോൺഗ്രസ്സുകാർ പറയേണ്ടത്, VD സതീശനും രമേശ് ചെന്നിത്തലയും പറയേണ്ടത്. നിങ്ങൾക്കെന്താ കർണാടകയിൽ ഈ പറയുന്ന കാൾസ്ബർഗ് കമ്പനിക്ക്, വിദേശ കമ്പനിക്ക്, സ്വകാര്യ കമ്പനിക്ക് അവിടെ മദ്യനിർമ്മാണ ഫാക്ടറി അനുവദിച്ചതിനെ പറ്റി എന്താണ് ഈ കോലാഹലം എല്ലാം ഉണ്ടാക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും പറയാനുള്ളത്? ഇതേപ്പറ്റി അവർ മിണ്ടുന്നില്ല, ഇതുവരെ മിണ്ടുന്നില്ലല്ലോ. ഏതെങ്കിലും മാധ്യമ പ്രവർത്തകൻ ഇവരുടെ വാർത്താ സമ്മേളനത്തിൽ പോയിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ? ഞങ്ങൾ കേരളത്തിലെ മാപ്രകളോട് ലെഫ്റ്റ് റൈറ്റ് വോയിസ് ചോദിക്കുകയാണ്. നിങ്ങൾ നിരന്നിരുന്നല്ലോ 2 ദിവസം. MP രാജേഷ് മന്ത്രി പത്രസമ്മേളനം നടത്തി, അവിടെ പോയി നിങ്ങളിരുന്നു. ഇവിടെ കേരളത്തിലെ മാപ്രകളോട് ചോദിക്കാം, മുഖ്യധാര മാധ്യമങ്ങളിലെ മാപ്രകളോട്. നിങ്ങൾ രമേശ് ചെന്നിത്തലയുടെ ഇന്റർവ്യൂ വാർത്താ സമ്മേളനത്തിൽ പോയിരുന്നു, VD സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ പോയിരുന്നു, ശ്രീകണ്ഠൻ തൊട്ടടുത്തിരിക്കുന്നു, പാലക്കാട് MP ഇരിക്കുന്നു. ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ ഈ ചോദ്യം ചോദിച്ചു? എന്ത് കുന്തം മാധ്യമ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത്? ഈ നേതാക്കളോട്, രമേശ് ചെന്നിത്തലയോടും VD സതീശനോടും നിങ്ങൾ ചോദിച്ചോ, കാൾസ്ബർഗിന്റെ ബ്രൂവറി, മദ്യനിർമ്മാണശാല 350 കോടിക്ക് സ്വകാര്യ കമ്പനിക്ക് കർണാടകയിലെ മൈസൂരിന്റെ അടുത്ത് നഞ്ചങ്കോട്ടിൽ അനുമതി കൊടുത്ത കർണാടക സർക്കാരില്ലേ നിങ്ങളേത് കോൺഗ്രസ്? ഇപ്പൊ നിങ്ങൾ ഇതിനെ ഇവിടെ എതിർക്കുന്ന എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കാൻ നട്ടലുള്ള ആർജവുമുള്ള ഏതെങ്കിലും മാപ്രകൾ അവിടെ ഉണ്ടോ? മാപ്രകൾ ചോദിക്കില്ല. ഈ പറഞ്ഞ കാര്യത്തെ പറ്റി എന്താണ് കോൺഗ്രസ് നേതാക്കൾക്കും മാപ്രകൾക്കും പറയാനുള്ളത്? കർണാടകയിൽ ബ്രൂവറി ആവാം, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത്. കേരളത്തിൽ പിണറായി സർക്കാർ ഭരിക്കുന്നിടത്ത് പാടില്ല. 600 കോടി രൂപയുടെ നിക്ഷേപം ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ നീക്കമുണ്ടല്ലോ, അത് കേരളത്തിലെ ജനത മറക്കില്ല. ഇവിടെ ഒരു സമാന്തര വിപ്ലവം നടക്കുന്നെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ്. അതായത് നിങ്ങളൊക്കെ ഈ ബഹളം ഉണ്ടാക്കി കുറെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചിട്ട്, സത്യം പറഞ്ഞാൽ ഇവിടെ പ്രതിപക്ഷത്തെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ ഇത്രയും ദുർബലപ്പെടുത്തുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള മാധ്യമങ്ങളാണ്. അവരെല്ലാം ഏറ്റെടുത്തോളും, ഞങ്ങൾക്ക് പണി ഈസി എന്ന് വിചാരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയാൻ നിങ്ങളുടെ ശവക്കുഴി തോണ്ടുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് ഈ നാടിനു വേണ്ടി, മലയാളിക്ക് വേണ്ടി, മലയാളത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടോ എന്നതാണ് ചോദ്യം. മുഖ്യമന്ത്രിയാവാൻ കുപ്പായം തയ്ച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് തരൂർ ഇങ്ങോട്ട് കയറിയത്. അപ്പോൾ ഉറക്കം കിട്ടും എല്ലാവരുടെയും. ഇനി തരൂര് വല്ലോ അടിച്ചോണ്ട് പോവുക. ഒരു കാര്യം പറയാം, നിങ്ങളൊക്കെ തരൂരിനെ പേടിക്കുന്നു. കഴിഞ്ഞ ദിവസം VD പറഞ്ഞ പോലെ പേടിക്കുന്നു. അതാണ് ഈ കാണിക്കുന്നത്.
ഇവിടെ UDF-ന് വല്ലതും പച്ച തൊടണമെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴേ ഈ ഒരൊറ്റ നേതാക്കളെയും മലയാളി സ്വീകരിക്കില്ല. രമേശ് ചെന്നിത്തലയോ VD സതീഷിനെയോ K സുധാകരനെയോ ഈ പറയുന്ന K മുരളീധരനെയോ അല്ലെ KC വേണുഗോപാലിനെയോ സ്വീകരിക്കത്തില്ല. അത് കേരളത്തിനൊപ്പം നിൽക്കുന്ന, കേരളത്തിന്റെ വികസനത്തിനൊപ്പം നിൽക്കുന്ന, അത് വിളിച്ചു പറയുന്ന, സത്യസന്ധമായിട്ട് കണക്കുകൾ സഹിതം വിളിച്ചു പറയുന്ന ശശി തരൂരിനെ UDF-ന്റെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ ചിലപ്പോൾ പച്ചവിടാൻ കുറച്ചു സീറ്റുകൾ കിട്ടും, അല്ലെങ്കിൽ ഷൂ വരയ്ക്കും. അത്രയേ ഉള്ളൂ.